Hi guys, so welcome to another video of Evana's lifestyle vlog. അപ്പോൾ നമുക്ക് നമ്മുടെ വൈറലായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടല്ലോ, അതായത് ബൺ മസ്ക നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പാക്കറ്റ് ബണ്ണ്, കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ തന്നെ അമൂലിൻ്റെ ബട്ടറും. സോ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഒരു ബണ്ണിനെ 2 ഈക്വൽ പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ നൈഫ് വെച്ചൊക്കെ കട്ട് ചെയ്തിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ നൈഫ് എടുത്തില്ല. എനിക്കത്ര നൈഫിട്ട് ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടില്ല. സോ ഞാൻ ആദ്യം തന്നെ കൈ വെച്ച് തന്നെ ഞാൻ ആ ബണ്ണിനെ 2 പാർട്ടാക്കിയിട്ടുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളിനെ കണ്ടല്ലോ, ചോറ് കഴിച്ച് കഴിഞ്ഞതോടുകൂടി ഇവർക്കും ഓരോന്നിനുള്ള കൊതി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അവളെന്നെ ഹെൽപ്പ് ചെയ്തത് ഒരു സ്പൂണ് തന്നുകൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സഹായിച്ചില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കരുത്, അവിടെ എവിടെയെങ്കിലും അപ്പനും മോളും കൂടെ ഇടങ്ങിപ്പോയി ഇരുന്നോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം, നമ്മുടെ ആവശ്യാനുസരണം, അതായത് മധുരം കുറച്ച് മതിയെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താൽ മതി. സോ ബട്ടർ ഞാൻ കൂടുതലെടുത്തു, കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കതിന് ശേഷം അതൊരു പാനിലേക്കാക്കി നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഇതല്ലാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്ര ഒരു എഫക്റ്റ് കിട്ടത്തില്ല, ഒരു ക്രീമിൻ്റെ ഒരു എഫക്റ്റ് പെട്ടെന്ന് കിട്ടില്ല. സോ അതിനു വേണ്ടി ഞാൻ ചെയ്തത്, ഒരു പാന് ചൂടാക്കിയ ശേഷം നമ്മൾ നമ്മുടെ ക്രീമൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യില്ലേ, അതുപോലെ ഈ നമ്മുടെ ഉണ്ടാക്കിയ ആ മിക്സ്ചർ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടും. പിന്നെ ഒത്തിരി നേരം വെക്കരുത് പാനിലോട്ട്, ഒരു 5 സെക്കൻഡ് വെച്ചാൽ മതി. ചൂടായി ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുക. അതിനുശേഷം ഞാൻ ചെയ്തത്, നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്, ആ പാനിൽ തന്നെ നമുക്ക് അല്പം ബട്ടർ നമ്മൾ മൊത്തം തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഈ ദോശയ്ക്കൊക്കെ എണ്ണ തേച്ച് പിടിപ്പിക്കത്തില്ലേ, അതുപോലെ തന്നെ പാനിൽ ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ ഈക്വൽ പാർട്ടുണ്ടല്ലോ, അത് 2 നമുക്ക് ഈ ബട്ടറിലിട്ടൊന്ന് മുരിച്ചെടുക്കാം. ആ മുരിച്ചെടുത്ത 2 ഈക്വൽ പാർട്സിൻ്റെയും നടുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീമിൻ്റെ മിക്സ്ചർ തേക്കുക. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹസ്ബൻഡിനെ കൊണ്ട് കൊടുത്താലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ആദ്യം തന്നെ കൊടുക്കുകയാണ്. സാധാരണ ഇങ്ങനത്തെ എല്ലാ പരീക്ഷണ കാര്യങ്ങൾ വരുമ്പോഴും ഹസ്ബൻഡിന് തന്നെയാണ് ആദ്യം കൊടുക്കുന്നത്. എൻ്റെ പരീക്ഷണ വസ്തു എന്നൊക്കെ എന്നെ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു പരീക്ഷണ വസ്തു എന്നൊക്കെ. സോ ലെറ്റ്സ് see on another video of Evana lifestyle vlog. So like, share and subscribe our channel. Okay, tata, bye bye.